വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. സാധാരണ നമ്മൾ വാട്ടർമെലൺ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മൾ സ്ട്രോ വെച്ചിട്ട് കഴിക്കും, അല്ലെങ്കിൽ സാധാരണ നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്ന പോലെ ജ്യൂസ് കുടിക്കും. പക്ഷേ ഇന്ന് ഉണ്ടാക്കുന്ന വാട്ടർമെലൺ ജ്യൂസ് കുറച്ച് ഹെവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് സ്ട്രോ വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, സ്പൂൺ കൊണ്ട് കോരി കഴിക്കണം. നമ്മുടെ ഫലൂഡ അല്ലെങ്കിൽ അവൽ മിൽക്ക് അതൊക്കെ കഴിക്കില്ലേ, അതേപോലെ കഴിക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് വാട്ടർമെലനാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു വാട്ടർമെലൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫുള്ളായിട്ട് എടുക്കണില്ല കേട്ടോ, ഇതിൻ്റെ ഒരു കാൽ ഭാഗം എടുത്തിട്ടാണ് ഇന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അവലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെള്ള കളറുള്ള അവലാണ് എടുത്തേക്കുന്നത്. വെള്ള കളറുള്ള അവൽ തന്നെ വേണമെന്നില്ല, ബ്രൗൺ കളറുള്ള അവലായിരുന്നാലും കുഴപ്പമില്ല. ഞങ്ങൾക്കിവിടെ വെള്ളേന് സാധാരണ വാങ്ങാൻ കിട്ടാറുള്ളത്. അപ്പോൾ ഈ അവലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അവൽ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ക്രിസ്പി പോലെ ഇരിക്കുമല്ലോ. നമ്മൾ അവൽ മിൽക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൽ ചൂടാക്കില്ലേ, അതേപോലെ അവൽ ചൂടാക്കിയിട്ട് എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. പാല് ഞാനിവിടെ എടുത്തേക്കുന്നത് തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. തേങ്ങാപ്പാൽ തന്നെ വേണമെന്നില്ല, പശുപാലായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ പാലെടുക്കുമ്പോൾ നിങ്ങൾ സാധാരണ പാല് കുടിക്കുന്നത് തിളപ്പിച്ചിട്ടാണ് പാല് കുടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് ഫസ്റ്റ് തിളപ്പിച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വാട്ടർമെലനായിരുന്നാലും ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാട്ടർമെലനും നല്ല തണുപ്പുണ്ട്. അപ്പോൾ പിന്നെ ഇത് റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ് ചേർക്കാം, പക്ഷേ ഞാൻ ഇതിലേക്ക് ഐസ് ചേർക്കണില്ല കേട്ടോ. കാരണം ഈ വാട്ടർമെലൻ്റെ വെള്ളം ഭയങ്കര ലൈറ്റായിട്ടിരിക്കുമല്ലോ. പിന്നെ ഐസും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു ചുക വരും. അപ്പോൾ തണുപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുക്കാം. പിന്നെ വേണ്ടത് ഹോർലിക്സ് ആണ്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഹോർലിക്സ് ചേർത്തില്ലെങ്കിലും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഹോർലിക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഹോർലിക്സിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഹോർലിക്സ് വേണം. പിന്നെ ഞാനിവിടെ കസ്കസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കറുത്ത കളറിലുള്ള കസ്കസായിട്ട് എടുത്തേക്കുന്നത്. അത് മിക്കവർക്കും ഒരു സംശയമുണ്ട്. കസ്കസ് എന്ന് പറയുമ്പോൾ നമ്മൾ കറിയിൽ ചേർക്കാൻ എടുക്കണ കസ്കസിൻ്റെ കളറ് ഒരു ലൈറ്റ് മഞ്ഞ കളറായിരിക്കുമല്ലോ. പക്ഷേ ഇതേപോലെ നമ്മൾ ജ്യൂസിലേക്ക് ചേർക്കണ കസ്കസിൻ്റെ കളറ് ഇതേപോലെ കറുത്ത കളറായിരിക്കും. എള്ളിൻ്റെയൊക്കെ പോലെ ഇരിക്കും, അല്ലെങ്കിൽ കടുകിൻ്റെയൊക്കെ പോലെ ഭയങ്കര ചെറുതായിട്ടാണ് ഇരിക്കുക. ഇത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തിയിട്ട് എടുക്കണം. പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഒരു 6-7 മിനിറ്റിനുള്ളിൽ നമുക്ക് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം. അപ്പോൾ ഇത് കുതിർന്ന് വന്നു കഴിയുമ്പോൾ ഇത് കുറേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഞാനിവിടെ സാധാരണ വെള്ളമാണ് ചേർക്കണത്. കസ്കസിന് ചില സ്ഥലത്ത് സബ്ജ സീഡ്സ് എന്ന് പറയും. ഈ കവറുമേ എഴുതിയേക്കുന്നത് ടുക്കാമരിയ സീഡ്സ് എന്നാണ് എഴുതിയേക്കണത്. അതിൻ്റെയാണ് ഹിന്ദിയിൽ പറയുന്നതായിരിക്കും. നമ്മുടെ നാട്ടിലേക്ക് സാധാരണ ഞങ്ങളുടെ സൈഡിലേക്ക് സാധാരണ കസ്കസ് എന്നാണ് പറയാറ്. ആ കറിയിൽ ചേർക്കണേനെയും കസ്കസ് എന്ന് തന്നെയാണ് പറയാറ്. ഈ കസ്കസ് നമ്മൾ കറിയിൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിയുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മറ്റേ ആ മഞ്ഞ കളറിലുള്ള കസ്കസ് നമ്മൾ കറികളിലേക്ക് അരച്ചിട്ട് ചേർക്കും. അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ എല്ലാവരും കാഷ്നട്ട് ഇങ്ങനെ അരച്ച് ചേർക്കുന്നത്. പക്ഷേ കസ്കസ് അരച്ച് ചേർത്താലും നല്ല കൊഴുപ്പ് കിട്ടും കറിയുടെ ഗ്രേവിക്കൊക്കെ. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഒരു 6-7 മിനിറ്റിനുള്ളിൽ ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. ഇപ്പോൾ ഇത് വളരെ കുറച്ചല്ലേ ഉള്ളൂ. ഇതിങ്ങനെ വീർത്ത് വന്നു കഴിയുമ്പോൾ കുറേ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് നീക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കണതിന് അങ്ങനെ കറക്റ്റായിട്ടൊരു അളവില്ല കേട്ടോ. കാരണം ചില വാട്ടർമെലനിലേക്ക് നല്ല മധുരം ഉണ്ടാവും, ചില വാട്ടർമെലനിൽ അത്രയ്ക്കും മധുരം ഉണ്ടാവില്ല. അപ്പോൾ മധുരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കായയുടെ പൊടിയും ചേർക്കുന്നുണ്ട്. അതിപ്പോൾ ഏലക്കായയുടെ ടേസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാനില എസൻസിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്താലും മതി. അപ്പോൾ നമുക്ക് ഏലക്കായ നമുക്ക് വളരെ കുറച്ച് മാത്രമല്ലേ മതിയാവും. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും ഏലക്കായയും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുമല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു 4-5 ഏലക്കായൊക്കെ മിക്സിയിലിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞ് കിട്ടില്ല. പിന്നെ എന്തായിരുന്നാലും നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയും ചേർക്കണമല്ലോ. അപ്പോൾ അത് രണ്ടും ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് നട്ട്സും ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് നട്ട്സൊക്കെ ചേർക്കാം. ഞാനിവിടെ കാഷ്നട്ടും പിന്നെ ഉണക്കമുന്തിരിയും എടുത്തേക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് കപ്പലണ്ടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പലണ്ടിയും ചേർക്കാം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ വാട്ടർമെലൻ ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് നമ്മൾ ജ്യൂസ് അടിക്കണ പോലെ വെള്ളം പോലെ അടിച്ചിട്ട് എടുക്കരുത്. ഇത് കത്തി കൊണ്ട് നമ്മളിങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കാമെന്ന് പറയില്ലേ, അതേപോലെ ഇങ്ങനെ കൊത്തി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇങ്ങനെ നല്ല ചെറിയ ചെറിയ പീസായിട്ട് കിട്ടും. അപ്പോൾ അത് ജ്യൂസിൻ്റെ കൂടെ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് വാട്ടർമെലൻ ഒന്ന് കട്ട് ചെയ്യാം.
പിന്നെ വാട്ടർമെലനൊക്കെ നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഫസ്റ്റ് നന്നായിട്ട് കഴുകിയിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുറത്തൊക്കെ ചിലപ്പോൾ മണ്ണ് അല്ലെങ്കിൽ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വാട്ടർമെലൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കണ ഒന്നിനും ഇത്രയ്ക്ക് കറക്റ്റായിട്ടൊരു അളവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ ഒരു കറക്റ്റ് അളവ് പറയാണ്ടിരുന്നത്. എല്ലാ സാധനങ്ങളും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാങ്ങിച്ചേക്കുന്നത് കുരുവില്ലാത്ത വാങ്ങിച്ചത്. കുരുള്ള വാട്ടർമെലനായിരുന്നാലും കുഴപ്പമില്ല. കുരു നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരു മാറ്റാം, അല്ലെങ്കിൽ കുരു കഴിച്ചാലും വാട്ടർമെലൻ്റെ കുരു കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് കുരുവൊക്കെ ഉണ്ട്, പക്ഷേ കറുത്ത കളറല്ല, മൂക്കാത്ത കുരു പോലെ ഉണ്ടാവില്ലേ, അതേപോലെ കുറച്ച് കുരുക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അതൊന്നും മാറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ വാട്ടർമെലൻ ഇത്രയ്ക്ക് വാട്ടർമെലനായിട്ട് എടുക്കണത്. ഇതിനെ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. ഈ വാട്ടർമെലൻ നല്ല തണുപ്പുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ജ്യൂസായി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുത്താലും മതി. ഇതിനെ ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ കൊത്തി കൊത്തി കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ വാട്ടർമെലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമല്ലോ, പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാനും പറ്റും. നമ്മളിങ്ങനെ ചറപറ കട്ട് ചെയ്യാന്ന് പറയില്ല, അതേപോലെയാണ് കട്ട് ചെയ്താൽ മതി. ഇതൊരു പാത്രത്തിലേക്ക് കട്ട് ചെയ്തിട്ടിടാം. ഇത് ജ്യൂസ് അടിക്കുന്നതിനേക്കാളും എളുപ്പമുണ്ടോ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതാകുമ്പോൾ മിക്സിയുടെ ജാറൊന്നും കഴുകേണ്ട ആവശ്യമില്ല, പെട്ടെന്നാണ് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഉച്ച നേരം ഒരു 4 മണി ആയിട്ടുണ്ട് കേട്ടോ. പുറത്ത് അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്. ഇന്നിവിടെ അവധിയായിരുന്നു കേട്ടോ. ഇന്നിവിടെ മെമ്മോറിയൽ ഡേ ആണ്, അതിൻ്റെ അവധിയാണ് ഇന്നിവിടെ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നാലും വാട്ടർമെലൻ്റെ നല്ല സമയമാണല്ലോ. ഞങ്ങളിവിടെ വാട്ടർമെലൻ നടാറുണ്ട് കേട്ടോ. 1-2 കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതൊരു അങ്ങോട്ട് വലുതായി വരുമ്പോഴേക്കും മൊയില അണ്ണാന എന്തെങ്കിലുമൊക്കെ വന്നിട്ട് കാര്യം. ഇതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നാലും വാട്ടർമെലൻ നന്നായിട്ട് ഉണ്ടാവുമല്ലോ. കുമ്പളങ്ങയൊക്കെ ഉണ്ടാവുന്ന സ്ഥലത്ത് വാട്ടർമെലനും ഉണ്ടാവും. അത് ഞാൻ താഴെ ഇട്ടു. ഇനിയിപ്പോൾ അണ്ണാന എന്തെങ്കിലുമൊക്കെ വന്നിട്ട് കാര്യം കഴിച്ചോളൂ. ഇനി അത് വലിയ പീസൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാട്ടർമെലൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് അവലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അവല് ഞാനിവിടെ ഇതേപോലത്തെ ഗ്ലാസ്സിൽ, ഇത് വലിയ ഗ്ലാസ് ആട്ടോ, ഈ ഗ്ലാസ്സിലെ ഒരു 3/4 ഗ്ലാസ് അവലാണ് എടുത്തേക്കുന്നത്. ഇത് ചൂടാക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ നെയ്യോ ഓയിലോ ഒന്നും ചേർക്കരുത് കേട്ടോ. ജസ്റ്റ് പാനിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ പോലെ വരും. നമ്മൾ അവൽ മിൽക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൽ ചേർക്കില്ലേ, അതേപോലെ. ഇത് നമുക്ക് പാത്രം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇവിടെ ബാക്കിൽ കുറേ പൂക്കളൊക്കെ കാണില്ലേ, ഇതിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കണ പൂവാണ്. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയിട്ടാ. ഇത് ഇവിടെ മാത്രമല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിലേക്കൊക്കെ നിറച്ച് പൂവുണ്ട്. അപ്പോൾ നമ്മുടെ കശ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് റെഡിയാവും. ഇപ്പോൾ ഇത് നമ്മൾ ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു 3-4 മിനിറ്റല്ലേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൽ ചൂടാകാനുള്ള നമ്മുടെ പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അവൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ അങ്ങോട്ട് ഒരുപാട് മാറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി ഇതാണ്ട് നീക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മിക്സിങ്ങിനുള്ള എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വാട്ടർമെലൻ എടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ പാലാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ തേങ്ങാപ്പാൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ, പശുപാൽ ചേർത്താലും കുഴപ്പമില്ല. ഇതിലേക്ക് പാല് ചേർക്കാം. പാല് ചേർത്ത് കഴിഞ്ഞപ്പോൾ കളർ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഏലക്കായും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ച് വെച്ചിട്ടില്ലേ, അത് ചേർക്കാണ്. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഏലക്കായയുടെ നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കസ്കസ് കുതിർത്തി വെച്ചിട്ടില്ലേ, അതും ചേർക്കാം. അതിൻ്റെ വെള്ളം കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഞാൻ അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് വെള്ളം. ഇനി കസ്കസും നമുക്ക് ഇതിലേക്ക് ചേർക്കാം.
ഈ കസ്കസൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാ കടകളിലും നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതിനായിരുന്നാലും വലിയ വിലയൊന്നുമില്ല. അതിങ്ങനെ ഇതിനകത്ത് മാത്രമല്ല കേട്ടോ, നമുക്ക് എന്ത് ജ്യൂസ് ഉണ്ടാക്കുമ്പോഴും ഇത് ഇതേപോലെ കുതിർത്തിയിട്ട് ജ്യൂസിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ നമ്മൾ നാരങ്ങ ജ്യൂസൊക്കെ ഉണ്ടാക്കില്ലേ, അതിനകത്ത് എന്തിലും വേണമെങ്കിലും ചേർക്കാതെ. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഹോർലിക്സാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. ഹോർലിക്സ് കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ടേസ്റ്റിന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കണ്ടൻസ് മിൽക്കും ചേർക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഹോർലിക്സാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അവല് നമ്മളിപ്പോൾ ചേർക്കില്ല കേട്ടോ, കാരണം അവല് നേരത്തെ ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുതിരില്ലേ. അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ അവല് ചേർത്താൽ മതി. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അവല് ഇതിൻ്റെ കൂടെ കിടന്നിട്ടാണ് കുതിർന്ന് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഞാനിതിലേക്ക് കുറച്ച് നട്ട്സും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഓരോ ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വാട്ടർ മെലൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് അവല് മാത്രമാണ് ചേർക്കാനുള്ളത്. അവലിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഈ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താം. ഫസ്റ്റ് അവലാണ് ചേർക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം അവല് ചേർത്താൽ മതി. ജ്യൂസ് ചേർക്കുക. ഇനി അവല് ചേർക്കുക. ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ ചേർക്കാം. ഇനി കുറച്ച് നട്ട്സ് ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ച് ഉണക്കമുന്തിരിയും ചേർക്കാം. ഇപ്പോൾ നമ്മുടെ വാട്ടർ മെലൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം. പിന്നെ അവല് ചേർക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അവല് ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവല് ഇതിനകത്ത് കിടന്ന് കുതിർന്നിട്ട് പിന്നെ കഴിക്കുമ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്ത് അത്രയ്ക്ക് അധികം കൊണ്ട് മധുരം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. മധുരം ഉണ്ടോ നോട്ടെ. ഹോർലിക്സിൻ്റെയും പിന്നെ ഏലക്കായുടെയൊക്കെ നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് മധുരമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തണുപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തോ. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം തേൻ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേൻ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് നല്ല ചൂടുള്ള സമയത്തൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണത്. ആ തേങ്ങാപ്പാലിൻ്റെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും അത്.